പേർഷ്യൻ പോയിറ്റ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയിറ്റ് റൂമി. റൂമിയുടെ ഉദ്ധരണിയിലൂടെ നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. Yesterday I was clever, so I wanted to change the world. Today I am wise, so I am changing myself. എന്താണ് ഇവിടെ പറയുന്നത്? ഇന്നലെ ഞാൻ ബുദ്ധിമാനായിരുന്നു, അല്ലെ? അതുകൊണ്ട് ഈ ലോകത്തെ മാറ്റാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇന്ന് ഞാനൊരു ജ്ഞാനിയാണ്, തിരിച്ചറിവുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ മാറ്റുകയാണ് എന്നുള്ളത്. അതായത് അറിവ് തിരിച്ചറിവിന് വഴിമാറുമ്പോഴാണ് നമ്മൾ നമ്മിലെ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുന്നത്, അല്ലെ? മാറ്റം എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു ഘടകമാണ്. മാറ്റമില്ലാതെ തുടരുന്ന ഒരേ ഒരു കാര്യവും മാറ്റം തന്നെയാണ്. എന്തിനാണ് നമ്മൾ മാറുന്നത്? ജീവിതത്തിൽ ശാശ്വതമായ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും, അല്ലെ? അങ്ങനെയുള്ള സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കണമെങ്കിൽ മാറ്റങ്ങൾക്ക് നാം സ്വയം തയ്യാറാകണം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കും അത് തന്നെയാണ്, ദി ആർട്ട് ഓഫ് ട്രാൻസ്ഫോർമേഷൻ, പരിവർത്തനത്തിന്റെ കല. ഈ ചേഞ്ചും ട്രാൻസ്ഫോർമേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഒരു മാറ്റം നമ്മളിൽ വരാം, ഒരവസ്ഥ ഉണ്ടാകാം, പക്ഷേ തിരികെ വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് വെള്ളം ഐസായി മാറും, ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്ന സമയത്ത് ഐസ് വീണ്ടും വെള്ളമായി മാറുന്ന പോലെ. അതേസമയം ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഒരു എഗ്ഗിൽ നിന്നും ബട്ടർഫ്ലൈ ആയി മാറുന്ന ഒരു പ്രോസസ് പോലെ. അതായത് ഇറ്റ് ഈസ് എ ആർട്ട് ഓഫ് ഇവോൾവിങ്. പരിണാമത്തിന്റെ കലയാണ് ട്രാൻസ്ഫോർമേഷൻ. ഇതൊരു ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് അല്ല, ഒരു ഗ്രാജുവൽ പ്രോസസ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്. ഇവിടെ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഇറ്റ്സ് എ ഗ്രേസ്ഫുൾ പ്രോസസ് ഓഫ് ഷെഡിങ് ഓൾ ലേയേഴ്സ്, എംബ്രേസിങ് ചേഞ്ച് ആൻഡ് ഗ്രോയിങ് ഇൻ ടു ഡീപ്പർ ഓതന്റിസിറ്റി. ഇത് എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി നമ്മുടെ ഓൾഡ് ലെയേഴ്സ് നമ്മൾ ഷെഡ് ചെയ്യുന്നു. എന്താ ഈ ഓൾഡ് ലെയേഴ്സ് എന്ന് പറയുന്നത്? നമുക്ക് ഹിതകരമല്ലാത്ത നമ്മുടെ ഹാബിറ്റ്സ് ഉണ്ടാവും, ഇല്ലേ? നമ്മുടെ ബിലീഫ്സ് ഉണ്ടാവും, നമ്മുടെ പാറ്റേൺസ് ഉണ്ടാവും. ഇതിനെയൊക്കെ നമ്മൾ ഷെഡ് ചെയ്തുകൊണ്ട്, കൊഴിച്ചു കളഞ്ഞുകൊണ്ട് മാറ്റത്തെ നമ്മൾ ആലിംഗനം ചെയ്യുകയാണ്, അക്സെപ്റ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ട്രൂ നേച്ചറിലേക്ക്, നമ്മുടെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് മടങ്ങിയെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഈ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണമെങ്കിൽ നമുക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാവണം, അല്ലെ? ജീവിതത്തിൽ ഒന്നുകിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന എന്തെങ്കിലും ടോക്സോ അല്ലെങ്കിൽ വ്യക്തികളോ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മളെ ഉണർത്തുന്ന ചില കോൾസ് ജീവിതത്തിൽ ഉണ്ടാവണം. ദാറ്റ് ഇസ് ദ വേക്കപ്പ് കോൾസ്. ഈ വേക്കപ്പ് കോൾസ് എന്ന് പറയുന്നത് ലൈഫ് നമുക്ക് തരുന്ന ക്ലൂസ് ആണ്. എവിടെയോ ഒരു മാറ്റം നമ്മിൽ വരേണ്ടതുണ്ട് എന്ന് നമുക്ക് തരുന്ന സൂചനകളാണ് ഈ വേക്കപ്പ് കോൾസ്. ഇത് പല ഫോമിൽ വരാം. A wake-up call is an event, a realization or feeling that forces you to pay attention, to question your patterns, beliefs or direction in life. ഈ വേക്കപ്പ് കോൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ജീവിതത്തിലെ എക്സ്പീരിയൻസസ് ആവാം, സംഭവങ്ങളാവാം, അല്ലെങ്കിൽ ചില തിരിച്ചറിവുകളാവാം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഫീലിംഗ് ഉണ്ടാവും, ഇത് പോരാ, ഞാൻ ഇതല്ല, എന്തോ ആണെന്നുള്ള ഒരു തോന്നൽ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും, എത്ര തന്നെ നന്നായി ജീവിച്ചാൽ. ദാറ്റ് ഫോഴ്സസ് യു ടു പേ അറ്റൻഷൻ. അത് നമ്മൾ പ്രേരിപ്പിക്കുകയാണ്, നമ്മുടെ ശ്രദ്ധ എന്തിലൊക്കെയോ കൊണ്ടുപോകണം. എന്തിനു വേണ്ടിയിട്ടാ? ടു ക്വസ്റ്റ്യൻ യുവർ പാറ്റേൺസ്, ബിലീഫ്സ് ഓർ ഡയറക്ഷൻസ് ഇൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് വരെ കൊണ്ടുവന്ന ചില ശീലങ്ങളുണ്ട്, ചില പാറ്റേൺസ് ഉണ്ട്, ചില ബിലീഫ്സ് ഉണ്ട്. അതിനെ, നമ്മുടെ ഡയറക്ഷനെ, നമ്മളിപ്പോ പോകുന്ന ആ പാത്ത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അനുഭവങ്ങൾ വരുന്നത്. ഇത് ജീവിതം നമുക്ക് തരുന്ന സൂചനകളാണ്. മാറ്റത്തിനുള്ള സമയമായി എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
ട്രാൻസ്ഫർമേഷൻ നടക്കണമെങ്കിൽ നമ്മൾ സ്റ്റേജസിലൂടെ കടന്നു പോകണം. ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ്. ഇത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ദ വേക്കപ്പ് മൊമെന്റ്. വേക്കപ്പ് കോൾസിലൂടെ നമ്മൾ ഒന്ന് ഉണർത്തുകയാണ് ചെയ്യുന്നത്. ആ വേക്കപ്പ് കോൾസിന്റെ സിവിയറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കത്തിന്റെ തീവ്രത അനുസരിച്ചിരിക്കും, ഗാഠത അനുസരിച്ചിരിക്കും. നമ്മളൊരാൾ ഉറങ്ങുന്ന ഒരാളെ ഉണർത്താൻ നമ്മൾ അലാം സെറ്റ് ചെയ്യാറുണ്ട്, അല്ലെ? അലാം വെക്കാറുണ്ട്. ചിലർ നാച്ചുറലി ഉണരും. അലാം ഒരിക്കൽ കേട്ടാൽ ഉണരുന്നവരുണ്ടാവാം, 2 തവണ കേട്ടാൽ ഉണരുന്നുണ്ടാവും, എത്ര അടിച്ചാലും ഉണരാത്തവരുണ്ടാവും. അതുപോലെ ജീവിതത്തിൽ നമ്മുടെ പ്യൂരിറ്റിയെ മറച്ചിരിക്കുന്ന ചില ഇംപ്യൂർ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വേക്കപ്പ് കോൾസ് കിട്ടുന്നത്. ഈ വേക്കപ്പ് കോൾസിന്റെ സിവിയറിറ്റി നമ്മുടെ ഇമ്പ്യൂരിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കൊരു വേക്കപ്പ് ലൈഫ് നമുക്കൊരു സൂചന തരുന്നു എന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിസൺ ടു ദ സ്റ്റിറിംഗ് വിത്തിൻ. സ്വാഭാവികമായും വേദനയുള്ള അനുഭവങ്ങൾ നമ്മളിലോട്ട് വരുന്ന സമയത്ത് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യും, അല്ലെ? ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. ആ അനുഭവങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. സെൽഫ് റിഫ്ലക്ഷൻ ആണ് ശരിക്കും നമ്മെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സെൽഫ് റിഫ്ലക്ട് ചെയ്യും. എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? ബൈ ആസ്കിങ് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ്. ശരിക്കും ശരിയായ ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നത്, അല്ലെ? അതുപോലെ ഇവിടെ നമ്മൾ നമ്മളോട് ചോദ്യം ചോദിച്ചു തുടങ്ങി. ആത്മപരിശോധന നമ്മൾ നടത്തും. എന്താണ് ചോദിക്കുന്നത്? വാട്ട് മൈ ദിസ് എക്സ്പീരിയൻസ് ബി ട്രൈങ് ടു ടീച്ച് ഓർ ഷോ മീ അബൌട്ട് മൈ ലൈഫ്? ഈ അനുഭവം എന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏത് പാട്ടിനെ ശ്രദ്ധിക്കണമെന്നാണ് ഇതെനിക്ക് കാണിച്ചു തരുന്നത്? ഇതാണ് ആത്മപരിശോധന. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ചോദിക്കുന്നത്, ദൈവമേ ഇത്രയും ക്രൂരത കാട്ടരുത്, എന്നോട് ഇത്രയും ക്രൂരത കാട്ടരുത്, ഇതിനു വേണ്ടി ഞാൻ എന്താണ് ചെയ്തത്, അല്ലെ? പലപ്പോഴും പലരും ഇത്തരം ചോദ്യം ചോദിക്കാറുണ്ട്. ഇതേ സ്റ്റേജിലൂടെ തന്നെയാണ് നമ്മളും കടന്നുപോയത്. അതിന് പകരം നമ്മളെ വളർത്താനുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കാനുള്ളത്. ഈ അനുഭവം എന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? എന്റെ ഏത് ചോയ്സ് ആണ്, ഏത് പാറ്റേൺ ആണ് എന്നെ ഇവിടെ എത്തിച്ചത്? അത് നമ്മൾ ആത്മപരിശോധന നടത്തണം. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. ഈ ആത്മപരിശോധന നടത്തുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വെളിവാകും. എവിടെയൊക്കെയാണ് എന്നിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്, എങ്ങനെയാണ് ഞാൻ മാറേണ്ടത് എന്നൊരു കൃത്യമായ ആൻസർ നമുക്ക് കിട്ടിത്തണം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഷെഡിങ് ദ ഓൾഡ് ലെയർ. നമ്മുടെ ആ പഴയ ലെയർ ഉണ്ടല്ലോ, ലെയർ ഇൻ ദ സെൻസ് നമ്മൾക്ക് ഹിതകരമല്ലാത്ത നമ്മുടെ വിശ്വാസങ്ങളെയും ശീലങ്ങളെയും നമ്മുടെ പാറ്റേൺസിനെയും നമ്മൾ പൊഴിച്ചു കളയും. ട്രാൻസ്ഫർമേഷൻ ബിഗിൻസ് വെൻ കൺട്രോൾ എൻഡ്സ്. ആ ഒരു നിയന്ത്രിക്കാനുള്ള ഒരു ത്വരയുണ്ടല്ലോ, അത് അവസാനിക്കുന്ന നിമിഷത്തിലാണ് ആക്ച്വലി ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നത്. പക്ഷെ നമ്മുടെയൊക്കെ ഒരു തോന്നല് മുന്നേ നമുക്ക് തോന്നിയിട്ടുണ്ടാവും. ഇപ്പൊ മൈൻഡ് ബസിൽ വന്ന് നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് ഈ ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നത്? ഒരു പരാജയമാവാം, എന്റെ ബലഹീനതയാണ് എന്ന് ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യം, ലെറ്റിംഗ് ഗോ ഈസ് നോട്ട് വീക്ക്നെസ്, ഇറ്റ്സ് ദ ഹൈയസ്റ്റ് ഫോം ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ അങ്ങേയറ്റത്തെ ഫോമാണ്. എന്തുകൊണ്ട്? കാരണം നമ്മളൊരു ചരട് ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട്, അല്ലെ? ഈ ചരട് വിട്ടാൽ നമ്മൾ വീണു പോകുന്നത് അന്ധതയിലേക്കാണോ, ഇരുട്ടിലേക്കാണോ, അല്ലെങ്കിൽ കുഴിയിലേക്കാണോ എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് പലരും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ ചരട് വിടുമ്പോൾ ഞാൻ വീഴുന്നത് സുരക്ഷിതമായ കരങ്ങളിലേക്കാണ്, വെളിച്ചത്തിലേക്കാണെന്നുള്ള ഒരു വിശ്വാസം നമ്മിൽ വരുമ്പോഴാണ് പലപ്പോഴും ഈ ചരടിനെ നമ്മളൊന്ന് ലൂസ് ചെയ്ത് വിടുന്നത്, റിലീസ് ചെയ്യുന്നത്, അല്ലെ? ആക്ച്വലി ഇവിടെ നമ്മൾ സറണ്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഹയർ പവറിന്. ഈ സറണ്ടർ സംഭവിക്കുന്ന സമയത്ത് ശരിക്കും നമ്മുടെ പാത്ത്, ദ ന്യൂ ഡിറക്ഷൻ, ദാറ്റ്സ് ദ ട്രൂ ഡിറക്ഷൻ, ശരിയായ പാത നമുക്ക് ഓപ്പൺ ചെയ്യും. ഈ ശരിയായ പാത ഓപ്പൺ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ റീബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്റൻഷനോടുകൂടി, നല്ല ബോധത്തോടുകൂടി നമ്മൾ നമ്മിൽ പരിവർത്തനങ്ങൾ വരുത്താൻ തുടങ്ങും. എങ്ങനെ നമുക്ക് മാറ്റം വരുത്താം? ഒന്ന്, നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്താം, അല്ലേ? അതായത് ആ വേക്കപ്പ് കോൾസ് ഉണ്ടല്ലോ, നമുക്ക് കിട്ടിയ വേക്കപ്പ് കോൾസ്, അതിനെ ഗൈഡിങ് ലൈറ്റ് ആയിട്ട് നമുക്ക് കാണാം. ശരിയായ പാതയിൽ എന്നെ എത്തിക്കാനുള്ള പ്രകാശമാണ്, നമ്മളെ ഗൈഡ് ചെയ്യുന്ന ലൈറ്റ് ആയിട്ട് നമുക്ക് കാണാം. ജീവിത അനുഭവങ്ങളോട് വൈ ഇസ് ദിസ് ഹാപ്പനിങ് ടു മീ, എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നതിന് പകരം വാട്ട് ഈസ് ദിസ് ട്രൈയിങ് ടു ടീച്ച് മീ, ഇതെന്നെ എന്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്?
അനുഭവങ്ങളെ ഗുരുനാഥന്മാരായി കാണാൻ നമുക്ക് പഠിക്കാം. അവിടെ നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരികയാണ് സംഭവിക്കുന്നത്. കാഴ്ചപ്പാടിൽ നമ്മൾ മാറ്റം വരുമ്പോൾ ശരിക്കും നമ്മുടെ പേഴ്സ്പെക്റ്റീവാണ് നമ്മളെ ഒരു പ്രിസണിൽ തടച്ചിട്ടിരുന്നത്. ആ പ്രിസനെ നമ്മൾ ഓപ്പൺ ചെയ്ത് സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്ക് നമ്മൾ ഇറങ്ങണമെങ്കിൽ നമ്മുടെ പേഴ്സ്പെക്റ്റീവിനെ നമ്മൾ റീഫ്രെയിം ചെയ്യണം. പല അനുഭവങ്ങളും വരുമ്പം എന്റെ ജീവിതം പരാജയപ്പെട്ടു, എന്റെ ജീവിതം ഇവിടെ അവസാനിച്ചു എന്ന് പറയുന്നതിന് പകരം ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുകയാണ്. നന്മയുടെ വിജയത്തിന്റെ അധ്യായമാണ് ഇവിടെ തുറക്കുന്നതെന്നുള്ള ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കണം. രണ്ടാമത്തത് ഡെവലപ്പിംഗ് ഹെൽത്തി ഹാബിറ്റ്സ്. നല്ല ശീലങ്ങൾ നമ്മൾ വളർത്തിയെടുക്കും, അല്ലെ? ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാവം ജോർജ് സാർ എപ്പോഴും പറയാറുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് നിറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഡിറക്ഷൻ കറക്റ്റ് ആയിരിക്കും. അതുപോലെ മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. ശരിക്കും സ്റ്റിൽനെസ്സിലാണ്, സൈലൻസിലാണ് നമുക്ക് കൃത്യമായ ആൻസർ കിട്ടുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഓരോ ചോദ്യങ്ങൾക്കും നമ്മൾ തെറ്റായ പാതയിലേക്ക് പോകുമ്പോൾ നമ്മൾ റീഡിറക്റ്റ് ചെയ്യപ്പെടുന്നത് ആ സൈലൻസ് ആണ്. നമ്മുടെ ഉള്ളിലുള്ള ശക്തി തന്നെയാണ്. നമ്മൾ നമ്മളിലേക്ക് തിരിയാൻ തുടങ്ങുന്നത് ഇവിടെയാണ്. ജേർണലിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ഇമോഷനെ വെന്റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കറക്റ്റ് ഡയറക്ഷനിലേക്ക് എത്തി ആക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് പരിവർത്തനം സംഭവിക്കും. സ്റ്റെപ്പ് 5, സ്റ്റേ എവേക്ക്. ഇവിടെ എന്താണ് പ്രാധാന്യം? പരിവർത്തനം സംഭവിച്ചു എന്ന് പറഞ്ഞു, അല്ലെ? എന്നാലും സ്റ്റേ എവേക്ക് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും ഇത് പരിവർത്തനമാകാതെ ഒരു ചേഞ്ച് ആയി നിൽക്കും. അതായത് വീണ്ടും സിറ്റുവേഷൻസ് മാറുന്നതിനനുസരിച്ച് പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകും. പക്ഷേ കൺസിസ്റ്റൻസിയാണ് അതിന് പ്രധാനം, അല്ലെ? നമ്മള് കൃത്യമായി നമ്മളിലേക്ക് കൊണ്ടുവന്ന ശീലങ്ങളെ തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്. അങ്ങനെ വരുമ്പോ നമ്മൾ തിരിച്ച് മടങ്ങി പോകുന്നില്ല, പഴയ സ്റ്റേറ്റിലേക്ക് നമ്മൾ വീണു പോകുന്നില്ല. ഇങ്ങനെ നമുക്ക് നമ്മിൽ പരിവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്സംഗത്തിന്റെ മാഹാത്മ്യത്തെയാണ്, ദ പവർ ഓഫ് സത്സംഗ്. എന്താണ് ഈ സത്സംഗ് എന്ന് പറയുന്നത്? സത് മീൻസ് ട്രൂത്ത്, സംഘ് മീൻസ് അസോസിയേഷൻ, കമ്പനി. സത്സംഗ് എന്ന് പറഞ്ഞാൽ ദ സീക്രട്ട് കമ്പനി ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ കൂട്ടുകെട്ടാണ്. ഇറ്റ് ആക്സിലറേറ്റ്സ് ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ പരിവർത്തനത്തിന്റെ പാതയെ പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടറാണ് സത്സംഗങ്ങൾ. അത് തന്നെയല്ലേ നമ്മുടെ മൈൻഡ് പ്ലസ്, നമ്മുടെ ജേർണി വിത്തിൻ. ആക്ച്വലി നമ്മൾ എപ്പോഴും പറയാറുണ്ട് ബിഫോർ മൈൻഡ് പ്ലസ് ആൻഡ് ആഫ്റ്റർ മൈൻഡ് പ്ലസ്, അല്ലേ? ഈ സത്സംഗമാണ് നമ്മളെ വളർത്തുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബീങ് ഇൻ ദ പ്രസൻസ് ഓഫ് പ്യുവർ സോൾസ് പ്യൂരിഫൈസ് അവർ ഹാർട്ട് ആൻഡ് ഇലൂമിൻസ് ദ പാത്ത് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ ശുദ്ധമായ ആത്മാക്കളുടെ സാന്നിധ്യത്തിൽ, നമ്മുടെ ഗുരുനാഥന്മാരുടെ, നമ്മുടെ മൈൻഡ് പ്ലസ് കൂട്ടുകാരുടെ സാന്നിധ്യത്തിൽ ആക്ച്വലി നമ്മുടെ സോള് പ്യുവർ ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സോൾ ആക്ച്വലി പ്യുവർ ആണ്. അവിടെ ഇംപ്യൂരിറ്റീസ് വന്ന് മൂടിയത് കാരണം നമ്മുടെ പ്യൂരിറ്റി പ്രകാശിക്കുന്നില്ല. ആ ഇംപ്യൂരിറ്റീസിനെ ക്ലെൻസ് ചെയ്യലാണ് നമ്മുടെ സത്സംഗത്തിലൂടെ നടക്കുന്നത്. അങ്ങനെ ട്രാൻസ്ഫർമേഷന്റെ പാതയിലേക്ക് നമ്മൾ വഴിതെളിക്കപ്പെടുന്നു. Where truth is spoken and heard, transformation moves from thought to reality. സത്യം എവിടെയാണോ കേൾക്കുന്നത്, എവിടെയാണോ സംസാരിക്കപ്പെടുന്നത്, സത്യത്തിന്റെ സാന്നിധ്യം എവിടെ നമുക്ക് അനുഭവപ്പെടുന്നോ അവിടെ ട്രാൻസ്ഫർമേഷൻ, പരിവർത്തനം എന്നത് ചിന്തകളിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്, അല്ലേ? നമുക്കറിയാം ടെക്നോളജി ഇത്രയും ഡെവലപ്പ് ചെയ്ത് AI വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടും. ഈ വിരൽത്തുമ്പിൽ കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് എന്ത് ട്രാൻസ്ഫർമേഷനാണ് നമുക്ക് വന്നത്? ഒരുപക്ഷെ അത് ചിന്തയിൽ വന്നിട്ടുണ്ടാവും, അല്ലെ? ജീവിതത്തിൽ യാഥാർത്ഥ്യത്തിലേക്ക് അത് വരുന്നത് നമ്മുടെ സത്സംഗങ്ങളിൽ കൂടെ തന്നെയാണ്. സത്സംഗങ്ങൾക്ക് അത്രയും പ്രാധാന്യമുണ്ട്. ട്രാൻസ്ഫർമേഷൻ ഇസ് എ കൈൻഡ് ഓഫ് റീബർത്ത്. ആക്ച്വലി ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പുനർജന്മമാണ്. ഇവിടെ ട്രാൻസ്ഫോം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ടു ട്രാൻസ്ഫോം ഈസ് ടു സറണ്ടർ ടു ദ മ്യൂസിക് ഓഫ് ഗ്രോത്ത്. വളർച്ചയുടെ സംഗീതത്തിന് നമ്മൾ നമ്മെ സറണ്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ഫൈറ്റിംഗ് ആൻഡ് സ്റ്റോപ്പ് ഫിയറിംഗ് ദ ചേഞ്ച്. നമ്മൾ ഈ പോരാടുന്നില്ലേ, അതിനെ ഒന്ന് നിർത്താം. മാറ്റത്തെ ഭയക്കുന്നത് നമുക്ക് നിർത്താം. ആക്ച്വലി മാറ്റമല്ല പ്രശ്നം, ചേഞ്ച് അല്ല പ്രശ്നം. ചേഞ്ചിനോടുള്ള നമ്മുടെ റെസിസ്റ്റൻസ് ആണ് പ്രശ്നം. ആ റെസിസ്റ്റൻസ് ആണ് നമ്മൾ വിട്ടുകളയേണ്ടത്.
വേക്കപ്പ് കോൾസ് ജീവിതത്തിൽ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യു ആർ നോട്ട് ഫോളോയിങ് എ പാർട്ട്. നമ്മൾ വഴുതി വീണു പോവുകയല്ല ചെയ്യുന്നത്. യു ആർ ഫോളോയിങ് ഇൻ ടു ദ റിതം ഓഫ് ഡിവൈൻ ഇന്റർവെൻഷൻ. ആ ദൈവികമായ ഒരു തീരുമാനമുണ്ടല്ലോ, ഒരു പ്ലാൻ ഉണ്ടല്ലോ. ആ ഒരു കറക്റ്റ് പ്ലാനിലേക്ക്, ശരിയായ താളത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത് ട്രാൻസ്ഫോർമേഷനിൽ. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പീസ് ഓഫ് മൈൻഡ് വേണം, അല്ലേ? ദർ ഇസ് നോ ഗ്രേറ്റർ വെൽത്ത് ഇൻ ദിസ് വേൾഡ് ദാൻ പീസ് ഓഫ് മൈൻഡ്. സമാധാനം കാക്ഷിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അങ്ങനെ നമുക്ക് പീസ് ഓഫ് മൈൻഡ് വേണമെങ്കിൽ നമ്മളും പരിവർത്തനത്തിന്, സ്വയം മാറ്റത്തിന് നമ്മെ വിധേയരാക്കും. ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം.